നമ്മുടെ മലപ്പുറം ജില്ലക്കാർക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടത്. മാത്രമല്ല നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുള്ളും കൂടി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു നോക്കണേ. നിങ്ങൾ തിരൂർ, കോട്ടക്കൽ, കുറ്റിപ്പുറം, വളാഞ്ചേരി, എടപ്പാളം ഒക്കെ ഭാഗത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പാസ്പോർട്ട് എടുക്കാനോ പുതുക്കാനൊന്നും ഇനി മലപ്പുറം ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ തവനൂർ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്ര പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി നടനുമായിട്ടുള്ള സുരേഷ് ഗോപി ആയിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. തവനൂർ MLA VS ജോയി, പൊന്നാനി MP അബ്ദുസമദ് സമദാനി തുടങ്ങി ഒരുപാട് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു പാസ്പോർട്ട് സേവാ കേന്ദ്ര തവനൂർ ഭാഗത്ത് ഓപ്പൺ ആക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭം, അതുപോലെ തന്നെ പെട്ടെന്ന് പാസ്പോർട്ട് പുതുക്കി എല്ലാ പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവർക്ക് ഈ ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്ര തിരൂര് ഭാഗത്ത് ഓപ്പൺ ആക്കി കൂടാ എന്നുള്ളത്. ഇതുവരെ ഇപ്പോൾ തവനൂരാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9 to വൈകിട്ട് 4 മണി വരെ ഉണ്ടോ പ്രവർത്തന സമയം. പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. മാത്രമല്ല ശനി ഞായർ മാത്രമല്ല ഗവൺമെൻറ് പൊതു അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ അവധിയായിരിക്കും. മാത്രമല്ല ഒരുപാട് വിശിഷ്ട വ്യക്തികളെ നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നൊരു എക്സൈറ്റ്മെൻറ്റും കൂടി ഈ ഒരു വീഡിയോക്ക് ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോഴായിട്ട് ഒരു സംഭവം ഉണ്ടായത്. മോള് സുരേഷ് ഗോപിക്ക് ഹായ് കൊടുത്തപ്പോൾ മോള് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇൻവൈറ്റ് ചെയ്ത് മോളെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ കിട്ടിക്കഴിയുമ്പോൾ. കാരണം വീട്ടിലെത്തിയിട്ടായിരുന്നു നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുവരെ ഭയങ്കര ത്രില്ലിലായിരുന്നു എന്താണ് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടുനോക്കണേ. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു സുരേഷ് ഗോപി കേട്ടോ. കാരണം അദ്ദേഹത്തെ കണ്ടപ്പം ആ ഒരു പഴയ മാസ് ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നിട്ടില്ല. അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് എൻ്റെ മോൾക്കൊരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞത് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ളൊരു നിമിഷമായിരുന്നു കേട്ടോ. ആളത്ര പരിചയമില്ലാത്ത കാരണം മോൾക്ക് ചെറിയൊരു നാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അവൾ അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ആൾ കമ്പനി ആയി കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. അങ്ങനെ എന്താ അവൾക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും വാങ്ങിച്ച് അവൾ നേരെ ഇതാ എൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നതാണ് കേട്ടോ. തവനൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീ ശ്രീനിവാസൻ PT അവരുടെ സഭയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി സാർ, പൊന്നാനി മണ്ഡലത്തിന്റെ MP ആയിട്ടുള്ള അബ്ദുസമദ് സമദാനി അവർ, മറ്റു വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കൾ, നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പ്രവാസികളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. നമ്മുടെ തവനൂരിലും അതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും ഒക്കെയുള്ള പ്രവാസികളും അതുപോലെ തന്നെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തവനൂരിൽ ഇത്തരത്തിലൊരു പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുന്നതോടുകൂടി തവനൂരിലും പൊന്നാനിയിലും അടക്കമുള്ള നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ മുഴുവൻ യുവാക്കൾക്കും പ്രവാസികൾക്കും അവരുടെ കുടുംബത്തിനുമൊക്കെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ സുതാര്യമായും ഫലപ്രദമായും വേഗത്തിലും തീർപ്പാക്കാൻ ഈ സേവാ കേന്ദ്രത്തിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ഈ സേവാ കേന്ദ്രം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി തവനൂരിന്റെ വികസന കുതിപ്പിന് ഇതൊരു നാഴികക്കല്ലായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സേവാ കേന്ദ്രം ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ച
മുഴുവൻ ഭരണാധികാരികൾക്കും ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം തവനൂരിന്റെ ഈ നാടിന്റെ നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടക സമിതിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേന്ദ്ര സഹമന്ത്രി സ്പന്ദിക്കണ്ട. കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക, ടൂറിസം സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവരുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പൊന്നാനിക്ക് നമസ്കാരം. പൊന്നാനി ഗുരുവായൂർ ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ലൈനിന് വേണ്ട ഡിസൈനും അതിന്റെ ഒരു ജോഗ്രാഫിക്കൽ ഏരിയ മാർക്ക് ചെയ്ത് ശ്രീ അശ്വിനി വൈഷ്ണവ് അവർക്ക് റെയിൽവേ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് തത്വത്തിൽ വളരെ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കി ജോലി നിങ്ങളുടെ അത് ഓപ്പൺ ചെയ്ത് കേരള സർക്കാരിനെ കൊണ്ട് അതിനുള്ള സ്ഥലം വാങ്ങിച്ചു കൊടുക്കാതെ അവരെ ഇനി അടുപ്പിക്കരുത്. അത്രയും ചെയ്യും. ബാക്കി കഴിഞ്ഞാൽ പക്ഷെ കേരള സർക്കാർ അതിനുള്ള സ്ഥലം എടുത്തു കൊടുക്കണം. വന്ദേ ഭാരത് ഇപ്പോൾ ഓടുന്ന 3 ട്രെയിനല്ല, നമുക്ക് 6 ട്രെയിനായി വരാനുള്ള സാധ്യത. അടുത്തതായി ദേശീയ ഗാനത്തോടുകൂടി ഈ ഉദ്ഘാടന ചടങ്ങ് സമാപിക്കുകയാണ്. ആദര സൂചകമായി എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് എല്ലാവരും പോകുന്ന ആ ഒരു വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്.
അപ്പോൾ ഇതാണ് മോൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ്. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി മെയ്ഡ് ഇൻ ഡെൻമാർക്കിൻ്റെ ഒരു കിഡിലിനായിട്ട് വരുന്നു കേട്ടോ. നല്ല ഉള്ളിൽ ഇരട്ടി മധുരമൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഭയങ്കര ഷുഗറല്ല അതിൻ്റെ ഉള്ളിൽ വരുന്നത്. കഴിക്കാനും നല്ല അടിപൊളിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും.